അടുക്കളയുടെ മേൽക്കൂര ചോരുന്നെന്ന് പറഞ്ഞിട്ട് പണി തുടങ്ങിയിട്ട് ഇപ്പൊ മൊത്തം കയ്യിലെ പൈസ ചോർന്നു പോവോന്നാ പേടി. വീട് പണി അങ്ങനെയാണ് സീതേ, നമ്മൾ തൊട്ട് കഴിഞ്ഞാ പിന്നെ ഒരു അറ്റം കണ്ടിട്ട് നിർത്താൻ പറ്റുള്ളൂ. ഇപ്പൊ എന്തായാലും വല്ലാത്തൊരു പരിപാടിയായിപ്പോയി. ആണല്ലേ പറഞ്ഞത്. അതിന്റെ ഇത് അടുക്കളയുടെ ചോരണ് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി അതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നു. ഇപ്പൊ ഏകദേശം കാര്യത്തിനൊക്കെ ഒരു തീരുമാനമായില്ലേ? തീരുമാനമായി. പാറു എന്നെ ഉറങ്ങാന്ന് തോന്നുന്നു. കരയാണോ? കരയാണോ? പാറുവേ, പാറു എന്തു പറ്റി? പാറുക്കുട്ടി, സീതമ്മ ഒന്ന് നോക്കിക്കേ. അയ്യോ കരയുന്നു. നീ വന്നേ ചോദിക്കട്ടെ. ഇങ്ങോട്ട് വാ എന്റെ പൊന്നല്ലേ അമ്മ പറയും. എന്തോ പറ്റിയത് ചോദിക്കട്ടെ. കരയണോ? എന്താ പറ്റിയത്? എല്ലാവരും വഴക്ക് പറയാ. എല്ലാവരും വഴക്ക് പറഞ്ഞ പറഞ്ഞ അത് മോശമായി പോയല്ലോ. എന്തിനാ മോളെ വഴക്ക് പറഞ്ഞേ അത് പറ. എന്നെ വഴക്ക് പറയാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. എല്ലാരും വഴക്ക് പറയും. എന്റെ കാര്യം കേൾക്കാൻ ഇവിടെ ആരുമില്ല. അയ്യോ, മക്കളുടെ കാര്യം കേൾക്കാൻ അച്ഛനും അമ്മയില്ലേ? പറ എന്താ? ഞാനൊരു പെൻസിലും ബുക്കും മേടിക്കാൻ ലച്ചേച്ചി പറയാൻ അങ്ങോട്ട് ചെന്നതാ. അപ്പൊ ശിവചേച്ചി എന്നെ കൊറേ വഴക്കം പറഞ്ഞു. ആഹാ, എന്നത് ചോദിക്കണല്ലോ ശിവനോട്. അച്ഛനെ ചോദിക്കാനൊന്നും പോണ്ട. എനിക്കിവിടെ ജീവിക്കാനുള്ള അച്ഛൻ വീട്ടു പണിക്ക് ശേഷം അങ്ങ് പോവും. എന്നാലൊന്ന് ചോദിക്കണല്ലോ. ശിവമോളെ എന്താ കുഴപ്പമില്ല ഒന്നുകൂടെ വരെ വന്നേ. ശിവമോളോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ ഞാൻ വിളിച്ചത്. ഒന്നുകൂടെ മാറിക്കൂ. അച്ഛാ വേണ്ട ചേട്ടാ, ചോദിക്കേട്ടാ. അമ്മയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ചോദിച്ചോ. ചോദിക്കും. ശിവ എന്തിനാ ഒരു കാര്യമില്ലാതെ പാറുവിനെ ചീത്ത പറഞ്ഞത്? ഓ, അടുക്കള നടന്ന കണ്ണീർ പരമ്പരയുടെ ബാക്കിയായിരിക്കും അല്ലേ പാറു? അച്ഛോ, വേറെ ആര് വഴക്ക് പറഞ്ഞാലും മോക്ക് വിഷമാവത്തില്ല. ശിവമോള് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് വിഷമാവത്തില്ലേ? ശിവമോൾ ഇവിടെ ഇല്ലാത്ത ദിവസത്തിലൊക്കെ എത്ര വട്ടം എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ശിവചേച്ചിയെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. ഇല്ല മോനെ? പിന്നെ ഭയങ്കര മിസ്സിംഗ് ആണ്. ഞാൻ ഇവിടെ ഇല്ലാത്തതിൽ ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ സന്തോഷിക്കുന്നത് ഇവളായിരിക്കും. കൊച്ചിനെല്ലാവരും വഴക്ക് പറയുന്ന പരാതി. പരാതി ഇവിടെ എത്തിയോ? അമ്മ ഇത് കണ്ടോ? ഒരു വിഷയം അമ്മൂമ്മയ്ക്ക് അറിയത്തില്ല, എന്നിട്ട് എന്നെ കുറ്റം പറയുന്നുണ്ടോ? അതിന് ഞാനെന്തോ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല, ആരും ഒന്നും പറഞ്ഞില്ല. ഇത്ര നേരം എല്ലാവരും പറയുന്നുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. എന്റെ സൈഡിൽ ആരും ഒന്നും പറയുന്നില്ല. അതാണ് പോയിന്റിൽ നിൽക്കുക, അങ്ങോട്ട് ഒന്നും മാറല്ലേ. എല്ലാവർക്കും ശിവചേച്ചനും കേശവനെ മതിയല്ലോ. എല്ലാവർക്കും ഞങ്ങളെ ഭയങ്കര കാര്യ. കാരണം എന്തുവാ, ഞങ്ങൾ നല്ല പിള്ളേരാ. അതിന്റെ സ്വഭാവം കൂടെ നന്നായിരിക്കണം. അമ്മ പറയുന്ന കേട്ടോ? നേരത്തെ അടുക്കള വെച്ചെന്നെ ഉന്തി തള്ളിയിട്ട്. ശിവ, ഈ പിഞ്ചു കുഞ്ഞിനെ തള്ളിയിട്ടോ? എന്റെ അമ്മ നിനക്ക് തോന്നുന്നുണ്ട് എന്നെ കൊണ്ട് ഈ കുഞ്ഞു കൊച്ചിനെ തള്ളിയിടാൻ പറ്റുമെന്ന്? ഞാൻ ആകെ ഇവളെ ഒന്ന് പിടിച്ചുന്തി. ആദ്യം ഇവളാണ് പിടിച്ചുന്തിയത്, അതുകൊണ്ട് ഞാൻ തിരിച്ചുന്താണ് ചെയ്തത്. എന്താ മോളെ ഇത്?